ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ റസൂലില്ലാഹി അജ്മഈൻ. ഈ ആഴ്ചയിൽ ശ്രദ്ധേയമായ ഒരു സംവാദം ശ്രദ്ധിച്ചു. തിരുവനന്തപുരത്ത് ആദരണീയരായ രണ്ട് വ്യക്തിത്വങ്ങൾ വൈജ്ഞാനികമായ ഒരു വിഷയത്തിൽ ആഴമേറിയ ചർച്ച. 3 മണിക്കൂറോളം നേരം ബൈബിളിലെ യേശുവും ഖുർആനിലെ ഈസയും ഒരാൾ തന്നെയാണ് എന്ന വാദമാണ് ഒരു ഭാഗം അവതരിപ്പിച്ചത്. എന്നാൽ ഖുർആനിൽ പറഞ്ഞ ഈസയുമായി യേശു ക്രിസ്തുവിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് എതിർപക്ഷം വാദിച്ചത്. ഇവിടെ ഖുർആനിലെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അവരുമായി ബന്ധപ്പെട്ട് തികച്ചും അത് രണ്ടും ചരിത്രപരമായി ഒരു വ്യക്തി തന്നെയാണെന്ന് സമർത്ഥിക്കുവാൻ വന്നത് ആദരണീയരായ ശ്രീ രാഹുൽ ഈശ്വറാണ്. അദ്ദേഹത്തിൻ്റെ സമർത്ഥമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള പരിപക്വമായ അവതരണം കേട്ടപ്പോൾ ശ്ലാഘിക്കാതിരിക്കാൻ കഴിയുന്നില്ല. സംവാദ രംഗത്ത് വാഗ്വാദ വേദികളിലേക്ക് വളരെ നല്ല ഒരു മാതൃകയാണ് ശ്രീ രാഹുൽ ഈശ്വർ സമ്മാനിച്ചിട്ടുള്ളത്. എതിർപക്ഷത്ത് ക്രൈസ്തവ പ്രസംഗകൻ എന്ന് പറയാമെങ്കിൽ ബ്രദർ അനിൽ അയ്യപ്പൻ എന്ന വ്യക്തിയാണുണ്ടായത്. രണ്ടുപേരെയും പ്രത്യേകമായി അവരുടെ വാദങ്ങളെ പറയലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാഴ്ചപ്പാടുകളിലൊക്കെ കുറേ അധികം വിയോജിപ്പുകൾ നമുക്കൊക്കെ ഉണ്ട്. എന്നാൽ വലിയൊരു സന്ദേശം ഈ സംവാദം മലയാളിക്ക് നൽകുന്നു. അതെന്താണ്? വിശുദ്ധ ഖുർആനിനെയും ഖുർആനിൽ പരാമർശിച്ച സയ്യിദത്തു മറിയം അലൈഹസ്സലാം, സയ്യിദുന ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ വ്യക്തിത്വത്തെ ആദരിച്ചുകൊണ്ട് ഖുർആനികമായ നിലപാടുകളെ വിശദീകരിക്കുന്നത്, വളരെ ഭംഗിയായി സമർത്ഥിക്കുന്നത് ശ്രീ രാഹുൽ ഈശ്വറാണ്. മറുഭാഗത്ത് ക്രൈസ്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രൈസ്തവ ചിന്ത എന്ന പേരിൽ അവതരിപ്പിക്കുന്നത് അനിൽ അയ്യപ്പൻ എന്ന ക്രൈസ്തവ സഹോദരനാണ്. ഒടുവിൽ പോപ്പിനെ പോലും തള്ളിക്കൊണ്ട് വളരെ മോശപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കേണ്ടി വന്നു മറുപക്ഷത്തിന്. എന്നാൽ രാഹുൽ ഈശ്വറാകട്ടെ ബുദ്ധിപരമായ ന്യായങ്ങൾ, പ്രാമാണികമായ യുക്തികൾ, ഖുർആനികവും ബൈബിളും ഉദ്ധരിച്ചുകൊണ്ടുള്ള നിരവധി എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ തെളിവുകൾ നിരത്തി സംസാരിച്ചു. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് പറയുന്ന യേശു ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രപരമായി ബൈബിളിലുള്ള ആളും ഖുർആനിലുള്ള ആളും വ്യക്തിപരമായി ഒന്ന് തന്നെയാണ് എന്ന സമർത്ഥനം, അതിൽ മികവുറ്റ വിജയമാണ് രാഹുൽ ഈശ്വർ കാണിച്ചത്. ഇവിടെ അത് പറയാനല്ല നാം സംസാരിക്കുന്നത്. ഇതൊരു മാതൃകയാണ്. വിശുദ്ധ മറിയം അലൈഹസ്സലാമിനെ പരാമർശിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിൽ പോലും മറിയമിനെ ഇകഴ്ത്തുന്നുണ്ട്, മോശപ്പെട്ട കഥാപാത്രമായി ചിത്രീകരിക്കുന്നുണ്ട് എന്ന് മറുപക്ഷത്തെ അവതാരകൻ പറഞ്ഞപ്പോൾ എന്തുമാത്രം വൈകാരികതയോടെയാണ് ശ്രീ രാഹുൽ ഈശ്വർ അതിന് മറുപടി നൽകിയത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയമിലെ വിശുദ്ധ വചനങ്ങൾ തന്നെ നിരത്തിക്കൊണ്ട് മറിയമിന്റെ പവിത്രതയും പരിശുദ്ധിയും മുസ്ലിംകൾ ഖുർആനിന്റെ വെളിച്ചത്തിൽ വളരെയേറെ ആദരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇവിടെ നാം അറിയേണ്ടത് സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന, ന്യായങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിഭാഗം ബുദ്ധിമാന്മാർ, അറിവുള്ളവർ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന ആശ്വാസമാണ്. എന്തൊരു പക്വത, എന്തൊരു വാചാലത! ശ്രീ രാഹുൽ ഈശ്വറിനെ വിഷയത്തിൽ നിന്ന് മാറ്റാനും പ്രകോപിപ്പിക്കാനും പലതും എടുത്തുദ്ധരിക്കുന്നുണ്ട്. അപ്പുറത്ത് നിന്ന് വിഷയത്തോട് ഒരു ബന്ധവും ഇല്ലാതിരുന്നിട്ടും ഖുർആനിലെ യുദ്ധ സമീപനങ്ങളെക്കുറിച്ച്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ സംബന്ധിച്ച് ഇതൊന്നും ആയിരുന്നില്ല സംവാദ വിഷയം. എന്നിട്ടും അതെല്ലാം എടുത്ത് വ്രണപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരമായിരുന്നു മറുപുറത്ത് നിന്ന് വന്നത്. എന്നിട്ടും അചഞ്ചലമായി നിന്നുകൊണ്ട് വിഷയത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് വളരെ സൗമ്യമായി അവയ്ക്കെല്ലാം മറുപടി കൊടുത്ത രാഹുൽ ഈശ്വറിന്റെ ഈ ശൈലി, പരിപക്വമായ ഈ അവതരണം, ഇത് ഇസ്ലാമിക പ്രബോധകർക്ക് പോലും സംവാദ വേദികളിൽ സ്വീകരിക്കേണ്ട നിലപാടാണ് എന്ന് പറയാനാണ് നാം ഇവിടെ
സംസാരിക്കുന്നത്. പലപ്പോഴും ഇസ്ലാമിക വേദികളിൽ ചില പണ്ഡിതന്മാർ സ്നേഹസംവാദങ്ങളും പലതും നടത്തുമ്പോൾ ഇതര മതവിഭാഗങ്ങളെ വല്ലാതെ ക്രൂശിക്കുന്ന വിധത്തിലും പരിഹസിക്കുന്ന വിധത്തിലും സംസാരിച്ച് കേൾക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഖുർആനികമായ നയമല്ല. മറ്റ് മതങ്ങളെയും മതപ്രമാണങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനപൂർവം കാണാനുള്ള സമചിത്തത എല്ലാവർക്കും ഉണ്ടാകണം. എത്ര കുത്തി വേദനിപ്പിച്ചിട്ടും രാഹുൽ ഈശ്വർ ഒരു വാക്ക് പോലും അല്ലെങ്കിൽ മറുപക്ഷത്ത് സംസാരിക്കുന്ന വ്യക്തിയെക്കുറിച്ചോ പുച്ഛമായി പരിഹസിക്കാതെ എത്ര വിജയകരമാണ് കാര്യങ്ങൾ നിർവഹിച്ചത്. എന്നാൽ ഒരു കാര്യവും കൂടി നമുക്ക് മനസ്സിലാക്കാം. രാഹുൽ ഈശ്വറിന്റെ വിവിധങ്ങളായ തെളിവുകൾ അണിനിരത്തി കേൾക്കുന്നവർക്കെല്ലാം ബോധ്യപ്പെടുന്ന വിധത്തിൽ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് പറഞ്ഞ സയ്യിദ്ന ഈസ അലൈഹിസ്സലാത്തു വസ്സലാമും ബൈബിളിൽ പറഞ്ഞ യേശുവും ഒന്ന് തന്നെയാണ് എന്നതിന് എല്ലാവിധത്തിലുള്ള തെളിവുകളും വളരെ വ്യക്തമായി അവതരിപ്പിച്ചപ്പോഴും മറുഭാഗത്ത് വിഷയം അവതരിപ്പിച്ച കക്ഷി പ്രസംഗത്തിന്റെ ഏറ്റവും അവസാനവും പറയുന്നത് യേശു വേറെയാണ്, ഖുർആനിലെ ഈസയല്ല എന്ന് ഞാൻ സമർത്ഥിച്ചു കഴിഞ്ഞു എന്നാണ്. ഇവിടെയാണ് ഇത്തരം സംവാദങ്ങളെ കൊണ്ടോ ഒരു വേദിയിലുള്ള വാദപ്രതിവാദം കൊണ്ടോ ഇത്തരം വിഷയങ്ങളുടെ ഒന്നും പരിസമാപ്തി അന്ത്യം കാണുകയില്ല. ഇതെങ്കിലും നാം മനസ്സിലാക്കണം. അതേസമയത്ത് നിഷ്പക്ഷമതികളായ ആളുകൾക്ക് പഠിക്കാനും അറിയാനും പ്രചോദനമായേക്കാം. അപ്പോഴും ഇതര മത വിഭാഗങ്ങളെയും മറ്റ് പ്രമാണങ്ങളെയും ആദരിക്കുന്ന വിധത്തിലുള്ള ഒരു രീതി ശ്രീ രാഹുൽ ഈശ്വറിന് ഒരു ബിഗ് സല്യൂട്ട് ഒരു ഇസ്ലാമിക പ്രവർത്തകൻ എന്ന നിലക്ക് പറയാൻ തോന്നുകയാണ്. എന്നാൽ അപ്പുറത്തുള്ള ആൾക്ക് സ്നേഹ സന്തോഷ അഭിവാദ്യങ്ങളൊക്കെ നൽകാമായിരുന്നു. എന്നാൽ വ്യക്തമായ യാഥാർത്ഥ്യങ്ങൾക്കെതിരായ പരാമർശങ്ങളും ആരോപണങ്ങളും ഇസ്ലാമിക പ്രസ്ഥാനത്തെയും ആദർശത്തെയും ഖുർആനിനെയും പ്രവാചകരെയും ഒക്കെ അന്ധമായി കണ്ടുകൂടാത്ത ഒരു പ്രവണത പ്രകടിപ്പിച്ചപ്പോൾ ഇങ്ങനെയും ഉണ്ടല്ലോ പ്രഭാഷകർ മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവർ എന്ന ദുഃഖമാണ് തോന്നിയത്. ഏതായാലും ഇസ്ലാമിക പണ്ഡിതന്മാർ പോലും പലപ്പോഴും കാണിക്കാത്ത പരിപക്വതയും വിശാലതയും കാണിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ നടത്തിയ ഈ സംവാദം 3 മണിക്കൂർ നേരത്തെ ഈ വൈജ്ഞാനികമായ പഠനം ചർച്ച തീർച്ചയായും അറിവിന്റെ വാതിലുകൾ തുറക്കുന്നതോടൊപ്പം പക്വതയുടെയും ബോധത്തിന്റെയും ഉണർവുകൾ നമുക്കൊക്കെ സമ്മാനിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിനെ ബാൻ ചെയ്യാൻ ഇന്ത്യയിലെ പല കോടതികളും മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ തട്ടിവിട്ടു മറുപക്ഷത്തുള്ള സുഹൃത്ത്. നിർത്തി പൊരിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ. ഒരു സംവാദത്തിൽ അതൊക്കെ വേണ്ടി വരുമല്ലോ. എവിടെ, ആര്, ഏത് കോടതി എന്ന ചോദ്യം YMCA ആള് അന്തരീക്ഷത്തിൽ നിലകൊണ്ടു. മിനിറ്റുകൾ മറുപടിയില്ലാതെ തപ്പിത്തടയേണ്ടി വന്നു. ഇല്ലാത്ത പച്ച നുണകൾ ഇസ്ലാമോഫോബിയയുടെ പേരിൽ ചില ആളുകൾ വല്ലാതെ പുറത്തെടുക്കുന്നുണ്ട് എന്ന ഒരു വലിയ വിവരം അനുഭവം ഈ സംവാദത്തിലൂടെ വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു സന്തോഷം പറയാതിരിക്കാൻ പറ്റുന്നില്ല. പക്വതയിലും വിശാലമായ വായനയുടെ അറിവിലും ഒക്കെയുള്ള രാഹുൽ ഈശ്വർജിയുടെ ആ ഒരു അവതരണവും ചാരുതയും മനോഹരമായ അവതരണവും വീണ്ടും പറയുന്നു, സന്മാർഗ സന്തോഷം നേർന്നുകൊണ്ട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ ഈ വിശാലതയും പഠനബോധവും എന്ന് മാത്രം ഹ്രസ്വമായി പറയുകയാണ്. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.